വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? കാർഗിൽ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയുണ്ടല്ലോ സിയാച്ചിൻ, ലഡാക്ക്, കാശ്മീർ, അവിടെയൊക്കെയുള്ള എല്ലാ വെടിവെപ്പുകളിലും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സാധാരണ ജീവിതം എന്തായാലും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. മാരിയപ്പൻ എന്നെ ഒതുക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. അല്ല, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു വെടിയെങ്കിലും ആ മാരിയപ്പനെ നേരെ വെച്ചില്ലല്ലോ. മുതുമുത്തച്ഛന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ കാറ്റ് പോകാതെ ഇവിടെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്. ഓ, നിങ്ങൾക്കുണ്ടോ മുതുമുത്തച്ഛന്മാരൊക്കെ? ഞങ്ങൾ പിന്നെ കൂണ് പോലെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നാണോ? തന്നെ എന്റെ അണപ്പല് താൻ അടിച്ചു തെറിപ്പിക്കുമല്ലേ? താൻ ചതിക്കുമെന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെയാടോ തന്നെ പിന്തുടർന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നത്. സംഗതിയുടെ ഗൗരവം ഇപ്പൊ മനസ്സിലായല്ലോ. കാട്ടിലുള്ള കുടിപ്പക തീർക്കാൻ മാരിയപ്പനും സംഘവും നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവനെ നേരിടണമെങ്കിൽ എന്റെ ചികിത്സ ഇപ്പൊ ഈ നിമിഷം തുടങ്ങണം. അവധി പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാന്ന് വിചാരിക്കണം. മനഃശാസ്ത്രത്തെ പറ്റി ഇയാൾ എന്താ മനസ്സിലാക്കിയത്? കൂടുതൽ സംസാരിക്കണമെന്നാ പറഞ്ഞത്. സംസാരിക്കാതെ എങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്? എന്റെ പ്രശ്നങ്ങൾ പലവട്ടം ഞാൻ പറഞ്ഞിട്ടോ. അതല്ല മിസ്റ്റർ, ഇയാളുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയണം. പറയാലോ. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് ഞാൻ ജനിച്ചത്. എന്റെ തന്ത സ്കൂൾ അധ്യാപകനായ ഒരു നാറിയായിരുന്നു. പുറത്ത് ഖാതറിട്ട് നടക്കുന്ന ഗാന്ധിയനായ ഒരു ആദർശ പുരുഷൻ. വീട്ടിലെത്തിയ ഭാര്യയും മക്കളെയും തല്ലലാണ് അയാളുടെ ഹോബി. ഇന്ത്യയിലെ 1-ാം നമ്പർ ആദർശ പുരുഷനാകാൻ വേണ്ടിയാണ് എന്നെ അയാൾ തല്ലിയത്. 14-ാമത്തെ വയസ്സിൽ ഞാൻ അയാളെ തിരിച്ചു തല്ലി നാട് വിട്ടു. തന്തയെ തല്ലിയവനായതുകൊണ്ട് പിന്നെ ആരെയും തല്ലവനായി. ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഖോരഗ്പൂരിൽ വെച്ച് നാട്ടിലുള്ള റസാഖിനെ കണ്ടപ്പോഴാ തന്ത പടിയായ വിവരം അറിഞ്ഞത്. നാട്ടിലെത്തിയപ്പോഴേക്കും തന്തയുടെ വഴിയെ തള്ളയും പോയി. ഇത്തിരി സ്വത്തുണ്ടായിരുന്ന മുഴുവൻ പെങ്ങളൊരുത്തിയുടെ പേരിലാണ് തന്ത എഴുതി വെച്ചിരുന്നു. പാതി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഒടുക്കം അളിയന്റെ കാലിനൊരു വെട്ടുപെട്ടി വെടിവാൾ കൊണ്ട്. അങ്ങനെ പിന്നെ നാട് വിട്ടു. എന്തിനധികം പറയുന്നു. കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ ഇന്നത്തെ അവസ്ഥയിലെത്തി. ആ അവസ്ഥയ്ക്കാ ഇപ്പൊ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് കുറെയൊക്കെ പുളുവടിയല്ലേടോ. എന്ന് വെച്ച് ഏത് നിമിഷവും ഒരുത്തനെ കൊന്നുകൂടുന്നില്ല. എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ തമ്മിലൊരു ധാരണയായ സ്ഥിതിക്ക് ഇനി അത് വേണ്ടി വരുമോ? കൊള്ളക്കാരനാകാനുള്ള പ്രേരണ ഇതൊക്കെയാണ് എന്ന് തീർത്ത് പറയാൻ ഒക്കെയല്ല. ഞാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. രജനീകാന്തിന്റെ ഭാഷ കണ്ടപ്പോ എനിക്കും അയാളെ പോലെ ആകണമെന്ന് തോന്നുന്നു. മാനസിക വിഷമം വരുമ്പോഴൊക്കെ പലതവണ ഭാഷയായിട്ട് കണ്ടു നോക്കിയിട്ടുണ്ട്. പോയ ഉസിരി തിരിച്ചു വരും. പക്ഷേ ഇപ്പൊ ഈ ധൈര്യം ചോർന്നു പോയി കൈവർ തുടങ്ങിയപ്പോ ഒരു 50 തവണ ഭാഷയിട്ട് നോക്കി, ഒരു മെച്ചവും കിട്ടിയില്ല. എങ്കിൽ പഴയ ഷോലെ ഒന്ന് കണ്ടു നോക്ക്. അതും കണ്ടതാ. സിനിമയൊന്നും ഇനി രക്ഷയില്ല ഡോക്ടറെ. അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടറെ സമീപിച്ചത്. ഞാനൊരു സൈക്കോ അനാലിസ്റ്റ് ആണ്. കേസ് പഠിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. പഠിക്കാനും പരീക്ഷ എഴുതാനും സമയമില്ലെന്ന് പറഞ്ഞില്ലടോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. സാർ, ഇങ്ങോട്ടിരിക്കാം. ഞാൻ വിനോദിനോട് പറയുകയായിരുന്നു, എന്റെ കുറെ ഉപദേശം കൊണ്ട് നാളെ തന്നെ കേരളത്തിലെ കഞ്ചാവ് മാഫിയെ തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഒന്നാമത്തെ കാര്യം, AK-47 അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങളുടെ വൻ ശേഖരവുമായിട്ടാണ് നിങ്ങളെ അവർ കാട്ടിൽ കാത്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് പൊട്ടാത്ത പഴയ തോക്കുകളും കൊണ്ട് നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയല്ല സാർ. സഫീഷ്യന്റ് ആയിട്ടുള്ള ആംസ് ആൻഡ് അമ്നേഷൻസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഈ ഏർപ്പാടിന് ഞങ്ങളെ കിട്ടില്ലെന്ന് വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ കൊള്ളാം. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആരും മുഷിയരുത്. ഞാൻ ഇതേ ഓഫീസിലെ SP-യുടെ കസേരയിൽ ഇരിക്കുമ്പോൾ പല റെയ്ഡുകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ സബോർഡിനേറ്റ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്ലാനിങ്ങിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ മാഫിയയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിലും അങ്ങനെയുള്ളവർ ഉണ്ടാകില്ല എന്ന് വിനോദിന് ഉറപ്പുണ്ട്. പിന്നെ ഫോറസ്റ്റിലെയും എക്സൈസിലെയും ചില ഉദ്യോഗസ്ഥർ, എല്ലാവരും അത്തരക്കാരാണെന്ന് ഞാൻ പറയില്ല. കഞ്ചാവ് ലോബിക്ക് ഒത്താശ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. ആദ്യം ചിന്തിക്കേണ്ട വിഷയം ഇതൊക്കെയാണ്. ഇതെല്ലാം മറികടന്ന് വേണം നിങ്ങളുടെ ദൗത്യം വിജയിക്കാൻ. പണാധിപത്യമുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ സ്വാഭാവികമാണ് സാർ. പക്ഷേ ശമ്പളവും വാങ്ങി വെറുതെ ഇരിക്കേണ്ടി വരുന്നതിനുള്ള അപമാന ബോധം, രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഞങ്ങളുടേതായ ചെറിയൊരു പങ്ക്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറച്ചുപേരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ട് സാർ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്തൊക്കെയായാലും നമ്മുടെ നാട് പുരോഗതിയിലേക്കുള്ള കാൽവെപ്പ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ മേഖലയിലും ആ മാറ്റങ്ങൾ കാണാനുണ്ട്. നമ്മുടെ പരിധിയിൽ വരുന്ന കാടുകളിൽ കരണ്ട് ഭാർഗവൻ, ഐസക് ജോൺ, മാരിയപ്പൻ, നായിഡു, ഇവരൊക്കെ വർഷങ്ങളായി ആർക്കും പിടിക്കാൻ പറ്റാതെ വിലസുകയാണ്. ഇവരെയൊക്കെ തെളിവുകളോടെ പിടികൂടാൻ നമുക്ക് കഴിയണം. കാടുമായുള്ള സാറിന്റെ ദീർഘകാലത്തെ പരിചയവും അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവച്ച ഞങ്ങൾക്കത് വലിയ സഹായമായിരിക്കും. തീർച്ചയായും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാം. വിഷ് യു ഓൾ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്.
ഇത് നമ്മുടെ ജോസഫ് മാത്യുവിന്റെ മകളല്ലേ? അതെ സാർ. അച്ഛനെ പറ്റി വല്ല വിവരവും കിട്ടിയോ മോളെ? ഇല്ല സർ, അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ. സോഫിയുടെ അമ്മ മെന്റൽ ഡിപ്രഷൻ കാരണം ചികിത്സയിലാണ് സാർ. Is it? ഞാൻ അറിഞ്ഞില്ല. അമ്മ എവിടെയാണുള്ളത്? വീട്ടിൽ തന്നെ. അകത്തിട്ട് പൂട്ടിയിട്ടാ ഞാൻ വല്ലപ്പോഴും പുറത്തിറങ്ങുന്നത്. ഹൗ സാഡ്. കണ്ടില്ലേ വിനോദ്, ജോസഫ് മാത്യുവിന്റെ സത്യസന്ധതയ്ക്ക് കിട്ടിയ പ്രതിഫലം? ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജീവനക്കാരൻ മിസ്സായിട്ട് ഫലപ്രദമായ എന്തെങ്കിലും നടപടി ആരെങ്കിലും എടുത്തോ? ഹോം മിനിസ്റ്റർക്ക് വരെ നിവേദനങ്ങളും പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് സാർ. അതൊക്കെ പതിവ് രീതികൾ. മോള് വിഷമിക്കാതിരി. എനിക്ക് എവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമോ ആ വഴിയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കാം. ഡോണ്ട് ലൂസ് യുവർ കറേജ്. വി വിൽ ട്രൈ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ചേട്ടത്തി, ഓ ഈ ബാഗ് എടുത്ത് അകത്ത് വെച്ചോളൂ. ശരി. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫോൺ ചെയ്യുന്ന നീ ഇക്കാര്യം മാത്രം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സത്യത്തിൽ ഞാൻ മറന്നുപോയതാ ഏട്ടാ. എക്സാമിന്റെ തിരക്കുണ്ടായിരുന്നല്ലോ. ഡോക്ടറെ ഭാർഗവൻ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണോ? ബാംഗ്ലൂരിൽ ഭാർഗവന്റെ കൂടെ ഡോക്ടർ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞോ? ഇല്ല, പിന്നീട് ഫോൺ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് നാളെ തന്നെ ന്യൂസ് പ്ലസ് മാഗസിനിൽ ജോയിൻ ചെയ്യണം. നാളെ തന്നെയോ? അപ്പൊ ഒട്ടും വിശ്രമമില്ലെന്നർത്ഥം. പഠിത്തം, പരീക്ഷ, ജോലി. പക്ഷെ ന്യൂസ് പ്ലസിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ചില്ലറ കളിയൊന്നും പോരാ. ഹാർഡ് വർക്ക് ചെയ്യണം. ഏത് ജോലി ഇപ്പൊ വളരെ ചലഞ്ചിങ് ആണല്ലോ. മസി, സിമ്പതി തുടങ്ങിയ വാക്കുകളുടെ സ്ഥാനത്ത് ഇപ്പൊ ഒറ്റ വാക്കേ ഉള്ളൂ: റിസൾട്ട്. റിസൾട്ട് ഉണ്ടാക്കില്ലെങ്കിൽ യു ആർ ഔട്ട്. തുടക്കത്തിൽ തന്നെ എഡിറ്ററെ ഞെട്ടിക്കാൻ വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞെട്ടിക്കാന്ന് വെച്ചാ? സെൻസേഷണൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫീച്ചർ. അത് ജെനുവിൻ ആയിരിക്കണമല്ലോ. പുറകെ നടന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വിഷയം ഞാൻ തരാം. എന്ത് വിഷയം? ഈ കറണ്ട് ഭാർഗവൻ തന്നെ ഒരു വിഷയമല്ലേ? ജോസഫ് മാത്യുവിന്റെ തിരോധാനം, കഞ്ചാവ് മാഫിയയുടെ നീക്കങ്ങൾ എല്ലാം വെച്ചൊരു ഫീച്ചർ തയ്യാറാക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിൽ വരും. ചിലപ്പോ പോലീസിന്റെ ജാഗ്രത കൂട്ടാനും അത് സഹായിച്ചെന്ന് വരും. ആ വരൂ വിനോദ്. റിംഗ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റ് ശരിയായെന്ന് ഇന്ന് കാലത്ത് അമ്മ പറയുന്നത് കേട്ടു. അന്നതാ ആ ജനലിൽ കൂടി അകത്തെന്താ നടക്കുന്നു അറിയാൻ ഒളിഞ്ഞു നോക്കിയാ ഞാൻ. അപ്പോഴാ ഭാർഗവന്റെ സിംഗിനെ വെടിവെച്ചത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കാര്യത്തിന് അഭിനന്ദിക്കാൻ വന്നയാൾ എന്തിനിവിടെ കയറി വെടിവെച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? കൊള്ളാം. മേലോട്ട് വെച്ച വെടിയിൽ ചെറിയൊരു ഷാൻലിയർ ഉണ്ടായി പൊട്ടി വീണത് ഞാനല്ലേ പിറക്കുന്നത്. ഡോക്ടർ മറന്നുപോയാ? ഇപ്പൊ സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഭാർഗവൻ എന്തോ കാര്യത്തിന് ഡോക്ടറുടെ പുറകെയാണ്. ബാംഗ്ലൂർ പോയപ്പം അവിടെയും ഭാർഗവന സംഘവും കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവിചാരിതമായി. അല്ല, ആദ്യം അയാൾ ഫോൺ ചെയ്തു, പിന്നീട് അയാൾ നേരിൽ പ്രത്യക്ഷപ്പെട്ടു. അനുപമ ദൃക്സാക്ഷിയാണല്ലോ. അനുപമ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഡോക്ടർ, ഞാൻ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അന്ന് ജോസഫ് മാത്യുവിന്റെ ഭാര്യയും മകളും വന്നില്ലേ? അന്ന് തന്നെയാണ് ഭാർഗവനും വന്നത്. എങ്കിൽ ഞാൻ ഇനി സത്യം പറയാം. ജോസഫ് മാത്യുവിന്റെ ഭാര്യയെ ഞാൻ ചികിത്സിക്കാൻ പാടില്ല എന്ന് കറണ്ട് ഭാർഗവൻ പറഞ്ഞു. രോഗികളെ ചികിത്സിക്കൽ ഡോക്ടറുടെ കടമയാണ്, പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ശരിയാണ്, അങ്ങനെയാണ് വെടിവെപ്പൊക്കെ ഉണ്ടായത്. അവരെ ചികിത്സിച്ച ഭാർഗവൻ എന്താ കുഴപ്പം? ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഭാർഗവനോട്. ഹലോ ഡോക്ടറെ, ഞാനാ കറണ്ട് ഭാർഗവനാ. കറണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. കറണ്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇയാളെന്താടോ പിച്ചും പയ്യും പറയുന്നത്? നാർക്കോട്ടിക്സ് അല്ലല്ലോ, അവിടെ കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നേ. ഇല്ലേ, അവിടെ കറണ്ട് ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുക. കണ്ണപ്പനെയും ജബ്ബാറിനെയും അങ്ങോട്ട് വിടാം. എന്താ? ഐ എം സോറി, വെരി വെരി സോറി. കറണ്ട് വേണ്ട. എടുക്കണ്ട, ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. എങ്കിൽ നാല് തെരുവെന്ന കാര്യം. ഹലോ, ആരാടോ? സാറ് അന്നത്തെ പോലെ ഇന്നും കൂടെ വരണ്ട. ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. കുടിക്കാൻ എന്തെങ്കിലും? ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി തന്നെയാ, പക്ഷെ ഹെവി വോൾട്ടേജാ. കറണ്ട് ഭാർഗവനെ. എന്നെ വിശ്വസിക്കൂ, അവരെ ചികിത്സിക്കാൻ പാടില്ലെന്നാ പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.